മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ അനന്തമായ കൃപയാൽ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ കാക്കുന്നത് പോലെ അരുമനാഥൻ്റെ രക്തം പുരണ്ട കരത്തിന് കീഴിൽ നമ്മെ കാത്ത് പരിപാലിക്കുന്ന സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുതാപ സങ്കീർത്തനങ്ങൾ, പാപിയുടെ വഴികാട്ടി എന്ന് പേര് കൊടുത്തിരിക്കുന്ന 51-ാം സങ്കീർത്തനമാണ് നാം ഇപ്പോൾ പഠിച്ചു വരുന്നത്. നാഥാൻ പ്രവാചകൻ കൊടും പാപം ചെയ്ത ദാവീദിൻ്റെ അടുക്കൽ ചെന്നു ആത്മാവിൻ്റെ ശക്തിയോടെ വിരൽ ചൂണ്ടി പാപബോധം വരുവാൻ തക്കവണ്ണം ഇടപെട്ടു. ഞാൻ ഇന്ന് ചിന്തിച്ചതായൊരു കാര്യം വചനത്തെ ചുറ്റികയോട് ഉപമിക്കുന്നുണ്ട്. ആ ചുറ്റികയുടെ ശക്തി എന്ത് വലുതാണ്! കഠിനഹൃദയനായിരുന്ന ദാവീദിൻ്റെ പാറ പോലെയുള്ള ഹൃദയത്തെ ഒരു വർഷം അനങ്ങാതെ ഗുരുതരമായ പാപം ചെയ്തിട്ടും അനുതാപത്തിൻ്റെ ഒരു തുള്ളി കണ്ണുനീരിൻ്റെ നനവ് പോലുമില്ലാതെ പാപബോധമില്ലാതെ മരവിച്ച മനസാക്ഷിയെ അടിച്ചു പൊട്ടിച്ച് തകർത്തു. അനുതാപത്തിൻ്റെ കണ്ണുനീരൊഴുകാനായിട്ട് തുടങ്ങി. വലിയ പാപബോധം കിട്ടി. ഞാൻ യഹോവയോട് പാപം ചെയ്തു എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. എന്നിട്ട് ബോധ്യം കിട്ടിയതായ പാപത്തിൻ്റെ ക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന 20 അപേക്ഷകളാണ് നാം ധ്യാനിക്കുന്നത്. പാപക്ഷമയ്ക്ക് വേണ്ടി പാപം തിരിച്ചറിഞ്ഞ് കുറ്റബോധം കിട്ടിയപ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ കവിണ് വീണ് കിടന്ന് എന്തെല്ലാം അപേക്ഷിച്ചു. 1, നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. 2, എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. 3, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. 4, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. 5, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. 6, ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. 7-ാമത്തെ കാര്യം, ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. 8, സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. 9, പാപങ്ങളെ കാണാതെ വണ്ണം നിൻ്റെ മുഖം മറയ്ക്കണമേ. 10, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. 11, സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. 12, തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. 13, നിൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു മാറ്റരുതേ. 14, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. 15-ാമത്തെ കാര്യം, അടുത്ത വാക്യം വായിച്ച്, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. വലിയ മർമ്മമാണ്, കുറെ തത്വങ്ങൾ പഠിപ്പിക്കാനല്ല. ദാവീദിൻ്റെ ജീവിതത്തിൽ കുറ്റബോധം വന്നപ്പോൾ എന്തോരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപേക്ഷിക്കുന്നത്. എന്തുമാത്രം ആഴമേറിയൊരു പാപബോധമാണ് കിട്ടിയത്. 51-ന്റെ 3-4 എന്ന് വായിച്ച്, 51-ന്റെ 3-4. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം, ദാവീദിന് കുറ്റബോധം വന്നപ്പോൾ പറയുന്നത് ഒരു കാര്യമാണ്, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ഡു അക്നോളജ് മൈ സിൻ. ഞാൻ ഒരു കുറ്റവും ആരിലും ചാരുന്നില്ല. ഐ ഡു അക്നോളജ് മൈ സിൻ. ഞാൻ ദൈവമക്കളോട് ആവർത്തിച്ച് പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആ പെണ്ണ് ഒരു കരുതലുമില്ലാതെ അവിടെ നിന്ന് എല്ലാവരും കണ്ട് ആകർഷിക്കാൻ തക്കവണ്ണം കുളിച്ചിട്ടല്ലേ എനിക്ക് തെറ്റുപറ്റിയത്? ഇല്ല. ഇപ്പോഴും പല കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ വന്നുണ്ട്. ചിലരുടെ വസ്ത്രധാരണ രീതി കൊണ്ടാണ് എനിക്ക് തെറ്റുപറ്റുന്നത്. ചിലർ ഇങ്ങോട്ട് സമീപിച്ചിട്ടാണ് എനിക്ക് പറ്റുന്നത്. കൂട്ടുകാരെല്ലാം മദ്യപാനികളായതുകൊണ്ടാണ് ഞാൻ മദ്യപാനത്തിലേക്ക് പോയത്. ഒരു പെണ്ണ് അല്ലെങ്കിൽ ആണ് ഇങ്ങോട്ട് വന്ന് പ്രേമിച്ചുകൊണ്ടാണ് ഞാനകത്ത് വീണ് പോയത്. ചിലരൊക്കെ പ്രേരിപ്പിച്ചിട്ടാണ് ഞാൻ വലി തുടങ്ങിയത്.
ഇങ്ങനെയെല്ലാം പറയുന്നവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നിന്ന് ദൂരമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞ്, എൻ്റെ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കൂട്ടുകാരൻ നീ ഇതുവരെ കാണാത്ത ഒരു കാര്യം കൊണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് മൊബൈലുള്ളതായ ആ കൊച്ചൻ തന്നെയാണ് വിളിച്ചുകൊണ്ട് പോയി ഒരു ബ്ലൂ ഫിലിം കാണിച്ചു കൊടുത്തു. എന്നാ ബ്ലൂ ഫിലിം എനിക്കറിയാൻ പാടില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അവൻ പറഞ്ഞൊരു വൃത്തികെട്ടതായ ലൈംഗിക ചുവയുള്ളതായിരിക്കുന്ന പടമാണ്. ഒരു അലമാരയുടെ പോലെ തന്നെ കാണിച്ചു. സാറേ, അതിന് ശേഷം ഇനി ഞാൻ കാണാത്തതായ ബ്ലൂ ഫിലിം ഇല്ല. അപ്പോൾ ഇപ്പോഴും കുറ്റം പറയുന്ന ആ കൊച്ചനെയാണ്. അതൊരു സാഹചര്യമാണ്, ശരിയാണ്. ദൈവമക്കളെ, പാപത്തിൻ്റെ ഉത്ഭവം പാപമെങ്കിലുമായ സാഹചര്യമല്ല ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സാണ്. എല്ലാവരും കേട്ടോ? അത് ഒരിക്കലും ഇനി പാപ സാഹചര്യത്തെ കുറ്റം പറയും. നിങ്ങളൊന്ന് പറഞ്ഞ്, പാപത്തിൻ്റെതായ പ്രേരണ ഇല്ലാത്തതായ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേര് പറയാമോ? പള്ളി ഉൾപ്പെടെ. പാപത്തിൻ്റെ ഉത്ഭവം പാപമെങ്കിലുമായ സാഹചര്യമല്ല ഞാനെന്ന് പറയുന്ന വ്യക്തിയാണ്. നിർണായകമായൊരു തീരുമാനമുണ്ടെങ്കിൽ ഉറപ്പാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ഒരിക്കലും പഴി ചാരരുത് ആരെയും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഒന്ന് ശ്രദ്ധിക്കാമോ? അത് പുരുഷന്മാർക്ക് അതില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ലംഘനങ്ങളെ ഐ ഡു അക്നോളജ്, ഞാൻ സമ്മതിക്കുന്നു. ഞാൻ വേശ്യാവൃത്തി ചെയ്തതാണ്, ഞാൻ കൊലപാതകം ചെയ്തതാണ്, ഞാൻ മദ്യപിച്ചതാണ്, ഞാൻ ഒത്തിരി വ്യാജം ചെയ്തവനാണ്, മുഴുവൻ തെറ്റ് എൻ്റെ പക്ഷത്താണ്. പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. ഇനി ഞാൻ രണ്ടാമത് പറയുന്നൊരു കാര്യം, പാപത്തിന് ഒരിക്കലും സാഹചര്യത്തെയും മറ്റുള്ളവരെയും പഴി ചാരരുത്. ഇത് ഇവിടെ വചനമായിട്ട് കേൾക്കുമ്പോൾ അതൊരു പ്രിൻസിപ്പളായിട്ട് നിങ്ങളും എടുക്കണം, ഞാനും എടുക്കണം. മറ്റൊരു കാര്യം, ദാവീദിൻ്റെ മുമ്പിലേക്ക് നാഥാൻ പ്രവാചകനെ പാപം മുഴുവൻ വരച്ച് കാണിച്ചു കൊടുത്തു. അടുത്തതായ വാക്യം 4-ാമത്തെ വാക്യം വായിച്ചു. 4-ാമത്തെ വാക്യം, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. ദൈവമക്കൾക്ക് മനസ്സിലായോ? എല്ലാവരും കേട്ടത്. സിൻ ഈസ് ഓൾവേസ് എഗൻസ്റ്റ് ഗോഡ്. സിൻ ഈസ് ഓൾവേസ് എഗൻസ്റ്റ് ഗോഡ്. ഇവിടെ ആരും അറിയാത്ത ഒരു മുറിക്കകത്ത് വെച്ച് വേണ്ടാത്ത പാപം ചെയ്തത് ചെന്ന് ഒട്ടനെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുൻപിലാണ്. ഞാൻ ഇവിടെ ഒരു നുണ പറയുമ്പോൾ, ഞാൻ ഒന്ന് മോഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൺമുമ്പിലാണ്. എല്ലാം ദൈവം അറിയുന്ന 139-ാം സങ്കീർത്തനമൊക്കെ നിങ്ങൾക്കറിയാം. എല്ലാവരും ഓർത്തുകൊള്ളണം, എൻ്റെ പാപം, ഞാൻ പാപം ചെയ്തു, ഞാൻ പാപം പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും പാപങ്ങൾ എൻ്റെ പക്ഷത്തു നിന്നുണ്ടായി, ഉടനെ അത് ചെന്ന് നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൺമുമ്പിലാണ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. അത് ദൈവത്തിൻ്റെ കൺമുമ്പിൽ ചെന്നതുകൊണ്ടാണ് നാഥാൻ പ്രവാചകങ്ങൾ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് വ്യക്തമായി വരച്ച് കാണിച്ചു കൊടുത്തത്. വേറെ ആരും കണ്ടില്ലോ, ദൈവമല്ലത് കണ്ടുള്ളൂ. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ആ ഒരു ബോധ്യം, ഞാൻ പ്രായോഗികമായിട്ട് കാര്യം പറയുന്നത് എന്നാണെന്നറിയാമോ? പാപം എപ്പോഴും എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ മുമ്പിലാണ്. ഇപ്പോൾ ഞാൻ വീട്ടിൽ ഏതെങ്കിലും ഒരു കാര്യം വഴക്ക് കൂടുന്ന സമയത്ത് ചിന്തിച്ചു കൊള്ളണം, നിങ്ങൾ വിശ്വാസിയാണോ ഇല്ല എന്നുള്ള ശോധന എന്താണ്? എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലുള്ള വിശ്വാസമുണ്ട്, ദൈവം രക്ഷകനാണ്, ദൈവം രണ്ടാമത് വരും, ഇതൊക്കെ ഒരു ജനറൽ ഫെയ്ത്താണ്, ശരിയാണ്. പക്ഷെ പ്രായോഗികമായ തലത്തിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു ഒരു ജീവിക്കുന്ന യാഥാർത്ഥ്യമായി ഇന്നും എനിക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു തെളിവെന്താണ്? ഞാൻ ഏതെങ്കിലും ഒരു കാര്യം ഞാനും എൻ്റെ ഭാര്യയും ഞാനും മറ്റോ ആരെങ്കിലുമായിട്ട് ചെയ്യുകയോ, ഏതെങ്കിലും ഒരു 10 രൂപയുടെ അവിശ്വസ്തത കാണിക്കുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മോഷ്ടിക്കുകയോ ചെയ്യുമ്പോൾ കർത്താവായ യേശുക്രിസ്തു വാച്യാർത്ഥത്തിൽ ഉയർത്തുന്നേറ്റ് ജീവിക്കുന്നുണ്ടല്ലോ, നമ്മുടെ മധ്യത്തിൽ ഇപ്പോഴും ഉണ്ടല്ലോ. ആ ഉയർത്തുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു കൃത്യം വന്ന് അവിടെ നിൽക്കുകയാണ്. എനിക്ക് കാണാം യേശുവിനെ. ആ യേശുവിനെ കാണാൻ തക്കോണം ആ യേശു അവിടെ നിൽക്കുന്നു. അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ യേശു അവിടെ നിൽക്കുകയാണ്. ഞാൻ മോഷ്ടിക്കുമോ? യേശു അവിടെ നിൽക്കുകയാണെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ കർത്താവ് കേട്ടോ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുമോ? പറഞ്ഞാൽ തീരില്ലാത്തവണ്ണം തർക്കം ഉണ്ടാക്കണം. എന്താ? യേശു ആ പ്രദേശത്തുണ്ടെന്ന് നിങ്ങൾക്കാർക്കും വിശ്വാസമില്ല. വഴക്കൂടി നടക്കുമോ? മോഷ്ടിക്കുമോ? പ്രാർത്ഥന മുടക്കുമോ? എന്ത് വ്യക്തമായിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എന്ത് ഭക്തിയായിട്ടായിരിക്കും. ആ യേശു അവിടെ ഇല്ലേ? വാസ്തവത്തിൽ യേശു കാണുന്നില്ലേ? ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു കാണുന്നില്ലേ? പ്രായോഗികമായ ജീവിതത്തിൽ നിങ്ങളുടെ വിശ്വാസം യാഥാർത്ഥ്യമാണോ ഇല്ലെന്നുള്ളതിന് പ്രകടമായ തെളിവ്, വാച്യാർത്ഥത്തിൽ എൻ്റെ നഗ്നമായ നേത്രങ്ങൾക്ക് കാണാൻ തക്കവണ്ണം യേശു അടുത്തു നിൽക്കുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് പാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? യേശു ഉണ്ടെങ്കിൽ യേശു ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമില്ല. യേശു ഉണ്ടല്ലോ. അത്രയും ഒരു ബോധ്യം നമുക്കുണ്ടായിരുന്നുവെങ്കിൽ ദൈവമേ, പലതും സംഭവിക്കുമായിരുന്നോ?
പലതും വരുമായിരുന്നോ? യേശു കർത്താവ് എൻ്റെ മുറിയിലുണ്ട്, യേശു കർത്താവ് ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, യേശു കർത്താവ് ഞങ്ങളുടെ അടുക്കളയിൽ കൂടി നടക്കുന്നുണ്ട്, യേശു കർത്താവ് ഞാൻ ചെയ്യുന്ന എല്ലാം കാണുന്നുണ്ട്, നോക്കുന്നതെല്ലാം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചലനം എന്തുമാത്രം ഇതായിരിക്കും? ദൈവമക്കളെ, ഞാനും കണ്ടു, എൻ്റെ ദൈവവും കണ്ടു ഇതെല്ലാം. എങ്ങനെയാണുള്ളത്? അതൊന്ന് മായ്ച്ചു തരണം. എല്ലാം ഒരു പട്ടിക പോലെ ദാവീദിൻ്റെ മുമ്പിൽ. അത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായാലും. അങ്ങനെ നിങ്ങൾക്ക് പാപബോധമുണ്ട് എങ്കിൽ ദാവീദിന്റെ പിന്നെ കൊതി എന്താണെന്നറിയാമോ? 7-ാമത്തെ വാക്യം എന്ന് വെച്ചാൽ 7-ാമത്തെ വാക്യം, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. ഒരു കൊതിയുണ്ട് കർത്താവ്. വന്നതൊക്കെ വന്നു. ദൈവമക്കളെ, അതിപ്പോൾ നടക്കണം നമ്മുടെ ജീവിതത്തിൽ. ഞാൻ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടുണ്ട്, കർത്താവ് ഞാൻ എന്ത് പറഞ്ഞാലും രക്തം ഗുണകരമായി സംസാരിക്കണം, രക്തം ഗുണകരമായി സംസാരിക്കണം. ദൈവമക്കളെ, അരുമനാഥൻ്റെ സന്നിധിയിൽ നിങ്ങളൊന്ന് ഉള്ളം തുറന്ന് പ്രാർത്ഥിച്ച്, ദൈവമക്കളെ എനിക്കൊന്ന് വെണ്മയാകണമല്ലോ കർത്താവേ, മുഴുവൻ ചീത്തയാണ് കർത്താവേ, ഒരു നേരെ എന്നുള്ള ചിന്ത ഒന്നുമില്ല, ഒത്തിരി വ്യാജമുണ്ട്, കാപട്യമുണ്ട്, ഭക്തിയുടെ വേഷമാണ്, അശുദ്ധ വികാരങ്ങളൊക്കെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു ഉന്നത സ്ഥാനമൊക്കെ ഉണ്ട്. ആരൊക്കെ പറഞ്ഞാലും ഒരു പദവിക്ക് വേണ്ടിയുള്ളൊരു കൊതിയുണ്ട്. മനുഷ്യൻ്റെ മുമ്പിൽ ഒരു നല്ല പിള്ളയാകണമെന്നൊക്കെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഏതാണ്ടൊക്കെ ആണെന്ന് ആളുകളൊക്കെ ഒന്ന് അറിഞ്ഞാൽ നല്ലതാണ്. എൻ്റെ പേരൊന്ന് എടുത്തു പറഞ്ഞാൽ എനിക്കൊരു സന്തോഷമാണ്. അശുദ്ധമായ കാമവികാരങ്ങളും ദുസ്വപ്നങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. കർത്താവേ, അത് വേറെ അയൽവക്കത്താരിൽ നിന്നല്ലല്ലോ വന്നത്, എന്നിൽ നിന്നല്ലേ വന്നത്, എൻ്റെ ഭാര്യയിൽ നിന്നല്ലല്ലോ വന്നത്. കർത്താവേ, നിൻ്റെ രക്തം പുരണ്ട കാൽപാദം, ശീമോൻ്റെ ഭവനത്തിൽ ആ പാവിനിയായ സ്ത്രീ പിടിച്ച ആ കാൽപാദം ഒന്ന് തൊട്ടുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ കർത്താവേ, ഒന്ന് നന്നായി കഴുകി തരാമോ? ഇതിന് വിദ്യാഭ്യാസം വേണോ? ഇതിന് വിദ്യാഭ്യാസം വേണം. നിങ്ങളൊക്കെ അങ്ങനെ ഉള്ളം തൊട്ട് പ്രാർത്ഥിക്കാറുണ്ടോ? ഒന്ന് നന്നായി കഴുകണം. നന്നായി കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഞാൻ വായിച്ച് ചവിട്ടി കഴുകണം എന്നാണ്. ചവിട്ടി കഴുകണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അങ്ങ് പോണില്ല. ഒരുമാതിരി പശ പോലെ പറ്റി പിടിച്ചിട്ടിങ്ങനെ എൻ്റെ ജീവിതത്തിൽ ചില പാവപ്രകൃതികൾ. ഒന്ന് നന്നായി കഴുകണം. ദൈവമക്കളെ, ഒരു വിശുദ്ധി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സുഖാന്നറിയാമോ? ഹിമത്തേക്കാൾ അങ്ങ് വെണ്മയാകണം. ടാറ് പറ്റിയതുപോലെ അങ്ങ് അഴുക്കായി മലീമസമായി. എൻ്റെ കുഞ്ഞാടിൻ്റെ തങ്കച്ചോര എന്നെ കഴുകിയാൽ ഞാൻ ഹിമത്തേക്കാൾ വെണ്മയാകും. അതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ, നമ്മളൊരു നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് സൂക്ഷിക്കും, ചെളി പറ്റാതെ സൂക്ഷിക്കും. അതേസമയത്ത് ഒരു മുഷിഞ്ഞ കയ്യിലും മറ്റേ ഏതെങ്കിലും ഒരു ടീഷർട്ടൊക്കെ ആണെങ്കിൽ സാരയില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ്റിക്കോട്ടെ എന്ന് വിചാരിക്കും. വെള്ളയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കും. ഉള്ളത്തിൻ്റെ ഉള്ളം തൊട്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് പറയണം, കർത്താവേ, പാപം തൊടാത്ത, ഹല്ലേലൂയ, കറ പറ്റാത്തതായ ദൈവത്തിന് സ്തോത്രം, വെണ്മയായ ഒരാളത്വം എനിക്ക് തരണം. ആരും എന്തും പറയട്ടെ, നല്ല പ്രാഗൽഭ്യം, നല്ല പ്രാഗൽഭ്യം അത് പലപ്പോഴും ഇല്ലാതെ പോകുന്നതാണ് കുഴപ്പം പറ്റുന്നത്. ദൈവമക്കളെ, ചോദിച്ചാൽ തരും. എനിക്ക് ഒത്തിരി ആയുസ് തരണമെന്നോ, എനിക്ക് ആരോഗ്യം തരണമെന്നോ, എൻ്റെ വീട് കുറേ കൂടെ വലുതാക്കി തരണമെന്നോ, എൻ്റെ കാറിൻ്റെ വലിപ്പം കൂട്ടണമെന്നോ, വേറെ ഒന്നും അല്ലല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ എല്ലാവരും കേൾക്കുക, എൻ്റെ പൊന്നുതമ്പുരാനും കേൾക്കുക. ഞാനൊരു വാക്ക് പറയുക, കർത്താവേ, ഒന്ന് ശരിക്ക് കഴുകി ഹിമത്തേക്കാൾ വെണ്മയായി യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം പ്രതിബിംബിക്കുന്ന ഒരു വ്യക്തിത്വം എനിക്ക് തരാമോ? ഈ കൂട്ടായ്മയിൽ 10,000-കണക്കിന് ആളുകൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ തീ കത്തൂല്ലേ? ദയവ് ചെയ്ത് ഞാൻ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകി പ്രാപിച്ച യേശുവിൻ്റെ ദിവ്യ സ്വഭാവമുള്ളവരായി ഒന്ന് മാറണം. അത് ഏറ്റവും വലിയ ദിവ്യ സ്വഭാവം ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിരിക്കുന്ന താഴ്മയാണ്, വിനയമാണ്, കാല് കഴുകുന്ന പ്രകൃതിയാണ്. പൗലോസ്ലീഹ വളരും തോറും ഞാൻ ക്രിസ്തുവിനെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവീരെന്ന് പറയുക മാത്രമല്ല, ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതായ കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും പരിശുദ്ധനായിരിക്കുന്ന പൗലോസ്ലീഹ അവസാനത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, ഐ ആം ദി ഫസ്റ്റ് എമംഗ് സിന്നേഴ്സ്. ഈ ലോകത്തിൽ അനേക വേശ്യാവൃത്തി ചെയ്തവരും കൊലപാതകന്മാരും എല്ലാവരുമുണ്ട്. പക്ഷെ അവരെ എല്ലാവരെയും വെച്ച് നോക്കുമ്പോൾ ഈ പൗലോസ് എന്ന് പറയുന്ന ഞാനാണ് അണ്ടകടാകത്തിൽ ജീവിക്കുന്ന സകല പാപികളിലും ചീത്ത പാപി. നല്ല വാക്ക് പറഞ്ഞാണോ? ഐ ആം റോട്ടൺ ത്രൂ ആൻഡ് ത്രൂ. കരഞ്ഞു പിന്നീട്. അതെന്തി നമ്മുടെ ദൈവമക്കൾക്ക് വരാത്തേ? ഞാൻ ഒരു കാര്യം നിങ്ങളിട്ട് കുറ്റം വിധിക്കുന്ന പോലെ പറയാം. എന്താണെന്നറിയാമോ?
നമ്മുടെ കൂട്ടായ്മയിലുള്ള അനേക ദൈവമക്കൾക്കും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാൻ, മറ്റുള്ളവരുടെ കുറ്റം കാണാൻ. ഡോക്ടേഴ്സ് ആകേണ്ടവരവരൊക്കെ അവനവൻ്റെ കുറ്റം കാണാൻ, മറ്റുള്ളവരുടെ നന്മയും കാണാൻ തുടങ്ങാവോ നിങ്ങൾക്ക്? കൂട്ടായ്മയുടെ പ്രകൃതി മാറും. ഹല്ലേലൂയ. ദൈവത്തിന് എന്നെ ഒന്ന് നന്നായി കഴുകി എന്നെ ഹിമം പോലെ ഒന്ന് വെളുപ്പിക്കണമേ. ആ പ്രാർത്ഥനയോടെ നിങ്ങളിരിക്കും. ഇത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ കാര്യം പറയല്ല, ഞാൻ ഇന്ന് പ്രാർത്ഥന മുറിയിൽ മുട്ടുമടക്കി എൻ്റെ പൊന്ന് കർത്താവേ, ഇന്നത്തെ ദിവസം എന്താക്കി മാറ്റണം? ഞാൻ പ്രാർത്ഥിച്ചാണ് എൻ്റെ കാര്യം, നിങ്ങളുടെ കാര്യമല്ല ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവേ, എൻ്റെ കയ്യിലിരുന്ന കുന്തമാണ് നിൻ്റെ സ്നേഹം നിറഞ്ഞ വിലപ്പുറം കുത്തി തുറന്നത്. എൻ്റെ കയ്യിലെ പാപങ്ങളാണ് ചാട്ടവാറായി നിന്നെ അടിച്ചു കീറിയത്. എൻ്റെ വൃത്തികെട്ട പാപങ്ങളാണ് നിൻ്റെ കൈകളിലും കാലുകളിലും ആണിയടിച്ചത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വൃത്തികെട്ട ചിന്തയാണ്, ഇന്നത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ഒരു ചുറ്റിക പോലെ എൻ്റെ കയ്യിലിരുന്ന് എൻ്റെ തലയ്ക്ക് അടിച്ചത്. ദൈവമക്കളെ, അധികം പറയാൻ എനിക്ക് കരുത്തില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഞാൻ ഈ പ്രാർത്ഥന എഴുന്നേറ്റ് പോകുമ്പോൾ ഇതുകൊണ്ട് ഞാൻ പോവില്ല, ഇതിവിടെ ഇട്ടേച്ചേ പോവുള്ളൂ. ദൈവമക്കളോട് ഞാൻ കൈ കൂപ്പിക്കൊണ്ട്, അല്പം നിങ്ങളെക്കാലൊക്കെ വാർദ്ധക്യത്തിലെത്തിയത് ഞാൻ നിങ്ങളോടൊന്ന് കെഞ്ചി പറയട്ടെ. ഇന്ന് നിങ്ങളുടെ കയ്യിലെ പാപങ്ങളാകുന്ന ചാട്ടവാറ് ഇവിടെ ഇട്ടേച്ച് പോകണം കേട്ടോ മക്കൾ, ഇവിടെ ഇട്ടേച്ച് പോകണം. 15-ാമത്തെ അപേക്ഷ സങ്കീർത്തനം 51:12 വായിച്ചേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരേണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങേണമേ. പാപം വന്നപ്പോൾ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു, ചിരി നഷ്ടപ്പെട്ടു, ആശ്വാസം നഷ്ടപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു. അത് തിരികെ തരണമെന്നാണ് പ്രാർത്ഥിച്ചത്. അതിനെന്ത് വേണം? മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ഞാൻ ഓർത്തൊരു കാര്യമുണ്ട് ദൈവമക്കളെ, ഒരു വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാട്ടിടയൻ ബാലൻ്റെ നാവിൽ നിന്ന് വന്ന വാക്കുകളല്ലേ ഇത്. എന്ത് മനോഹരമാണ്. മുഴുവൻ ആത്മാവിലല്ലേ ഈ പ്രാർത്ഥന. ഗീവ് മീ എ വില്ലിങ് സ്പിരിറ്റ്. അതാ എൻ്റെ ഇംഗ്ലീഷിൽ. ഗീവ് മീ എ വില്ലിങ് സ്പിരിറ്റ്, വില്ലിങ് ടു ഒബേ യുവർ വേർഡ്സ്. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? നിങ്ങളിവിടെ വരുമ്പോഴും ആവശ്യം എന്നാണെന്നറിയാമോ? മനസ്സൊരുക്കുള്ള ആത്മാവ്. എന്താണ്? ദൈവത്തിൻ്റെ സ്തോത്രം. മനസ്സൊരുക്കും, വില്ലിങ്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാനുള്ളതായ വിനയമുള്ളൊരാത്മാവിനെ എനിക്ക് തരണം. ഹല്ലേലൂയ. അനുസരിക്കാൻ മനസ്സുള്ള ആത്മാവെന്നാണ് ഞാൻ വേറെ തർജ്ജിമയിൽ വായിച്ചത്. അനുസരിക്കാൻ മനസ്സുള്ള ആത്മാവ്. നമ്മൾ പലപ്പോഴും മറുതലിക്കുന്നവരാണ്. ഇങ്ങോട്ട് പറഞ്ഞ് എന്തെങ്കിലും ന്യായീകരണം പറയുള്ളൂ, ഒന്നുമില്ല. 16-ാമത്തെ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സ്തോത്രം വായിച്ച് 13-ാമത്തെ വാക്യം വായിച്ച്. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. എന്തിനാണ് ഈ മനസ്സൊരുക്കുള്ള ആത്മാവ്? നിങ്ങൾക്ക് പിടിയിട്ട് എന്താണെന്ന്? ഒരു സമയത്ത് കർത്താവേ, ഞാൻ അനേക പാപികളെ സത്യത്തിൻ്റെ വചനം പറഞ്ഞു കൊടുത്ത് നീതിയിലേക്ക് നടത്തിയതാണ്. ഒരു സമയത്ത് നീ എന്നിൽ ഇറങ്ങിയെന്നുകൊണ്ട് പ്രവർത്തിച്ചതാണ്. അനേക പാപികൾ മാനസാന്തരപ്പെട്ടവരാണ്. രക്ഷയുടെ സന്തോഷം അനേകർക്ക് പകർന്നു കൊടുത്തതാണ്. നിന്നുപോയി കർത്താവേ. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. നിന്നുപോയി കർത്താവേ, എനിക്ക് വീണ്ടും. ഹല്ലേലൂയ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്നറിയാമോ? ഡേവിഡ് വാണ്ട്സ് ടു റീഗെയിൻ ഹിസ് മിനിസ്ട്രി. എനിക്ക് വീണ്ടും ദൈവവേല ചെയ്യണം. ഇത് ഞാൻ ചിലരെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ഒരിക്കൽ ദൈവത്തിൻ്റെ വേല ഫലമേൽപ്പിച്ചവർ, അനേക സ്ഥലത്ത് ഓടി നടന്ന് പ്രസംഗിച്ചവർ വീണുപോയി. പ്രകടമായ തെറ്റുകൾ പറ്റിപ്പോയി. പരിശുദ്ധാത്മാവിനോട് പോലും മത്സരിച്ചു പോയി. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സ്തോത്രം, കർത്താവേ, ആ ശുശ്രൂഷ എന്നെ വീണ്ടും ഫലമേൽപ്പിക്കണം. എന്താണ് വേല? പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ, പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ. ദൈവത്തിൻ്റെ സ്തോത്രം. C.H. സ്പർജൻ പറഞ്ഞു, D.D. and M.T.H. ഡോക്ടർ ഓഫ് ഡിവിനിറ്റി, മാസ്റ്റർ ഓഫ് തിയോളജി. ഈ ഡിഗ്രിയേക്കാൾ സുവിശേഷ വേലയ്ക്ക് ഏറ്റവും യോഗ്യതയുള്ളതായ ഡിഗ്രി SS ആണെന്ന് പറയും. ഞാൻ പുസ്തകത്തിൽ വായിച്ച സ്പർജൻ്റെതായ സങ്കീർത്തന വ്യാഖ്യാനമുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. അദ്ദേഹം അതിനകത്ത് എഴുതിയിരിക്കുന്ന D.D. ഡിഗ്രി, ഡോക്ടർ ഓഫ് ഡിവിനിറ്റി, വേദശാസ്ത്രത്തിൻ്റെ ഡോക്ടർ, മാസ്റ്റർ ഓഫ് തിയോളജി. ദൈവത്തിൻ്റെ സ്തോത്രം. വേദശാസ്ത്രത്തിൻ്റെതായ മാസ്റ്റേഴ്സ് ഡിഗ്രി. അതുള്ളതിനേക്കാൾ ഏറ്റവും നല്ല ഡിഗ്രി SS ആണ്. സേവ്ഡ് സിന്നർ, രക്ഷിക്കപ്പെട്ട പാപി എന്നുള്ളതായി ഒരു ഡിഗ്രി ഉണ്ടോ? യു ആർ ക്വാളിഫൈഡ്. മനസ്സൊരുക്കമുള്ളതായ ആത്മാവ് എന്തിനാണ്?
ആത്മാവിനെ അനുസരിക്കുമ്പോൾ അനുസരിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നീ ശക്തി പ്രാപിക്കും. നീ ഓടിയടന്ന് സുവിശേഷ വേല ചെയ്യും. ദൈവത്തിന് സ്തോത്രം. 16-ാമത്തെ കാര്യം എന്താണ്? 14-ാമത്തെ വാക്യം വായിച്ച്. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഡു നോട്ട് സെന്റൻസ് മീ ടു ഡെത്ത്. ഒരു വളവും പൊളവുമില്ലാതെ പൊളച്ചൊന്നും അല്ല പറയുന്നത്, വളച്ചു കെട്ടിയല്ല പറയുന്നത്. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? രക്തപാതകത്തിൽ നിന്ന് ഉര്യവനെ കൊലക്ക് കൊടുത്തായ രക്തക്കറ ദാവീദിന്റെ ആത്മാവിനെയും ശരീരത്തെയും മലിനമാക്കിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. കർത്താവെ, വധശിക്ഷയ്ക്ക് ഞാൻ യോഗ്യനാണ്, വധശിക്ഷയ്ക്ക് ഞാൻ യോഗ്യനാണ്. എനിക്കൊരു സെക്കൻഡ് ചാൻസ് തരാമോ? എൻ്റെ ആയുസ്സൊന്ന് നീട്ടിത്തരാമോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഡു നോട്ട് സെന്റൻസ് മീ ടു ഡെത്ത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതിന് ദൈവത്തിന് കൊടുത്ത പേരെന്നാ? ആരോടാ പ്രാർത്ഥിക്കുന്നത്? വായിച്ച്. എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഈ വൃത്തികെട്ട കൊലപാതകം ചെയ്ത, വേശ്യാവൃത്തി ചെയ്തതായ എന്നെ രക്ഷിക്കാൻ സാധ്യമാകില്ല. ഒരു മർമ്മം. ഒരു രക്ഷകനുണ്ട്. സകല പാപങ്ങളിൽ നിന്നും രക്ഷ തരാൻ കഴിവുള്ള രക്ഷകനുണ്ട്. കാൽവറിയിൽ ദൈവം മരിച്ചു പാപിയെ രക്ഷിക്കാൻ. എനിക്കത് എന്ത് ശക്തിയാണെന്നറിയാം. ദൈവം മരിച്ചു ഈ വൃത്തികെട്ട പാപിയെ രക്ഷിക്കാൻ. ഏത് ചെകുത്താന് ഈ രക്ഷകന്റെ ശക്തിയുടെ മുമ്പിൽ, ക്രൂശിന്റെ ജയത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റും? ദൈവത്തിന് സ്തോത്രം. എൻ്റെ വിക്ടറി സ്റ്റാൻഡാണ് ക്രൂശ്. ദൈവമക്കൾ ചെവി തുറന്ന് കേട്ടെ, ചങ്ക് തുറന്ന് കേട്ടെ. നിനക്ക് മനഃപൂർവ്വം പാപം ചെയ്യാൻ പരിപാടിയില്ല എങ്കിൽ ഈ ലോകത്തിലെ സകല ചെകുത്താന്മാരും സകല അന്ധകാര ശക്തികളും കുമിഞ്ഞുകൂടിയാലും, സഹോദരി സഹോദര, നിന്റെ മുമ്പിൽ യാതൊന്നിനും അടുക്കാൻ സാധ്യമല്ല. കാരണം എന്നറിയാമോ? സർവശക്തനായ ദൈവത്തിൻ്റെ ആ രക്ഷയുടെ സർവശക്തി കൊണ്ട് എന്നെ അണിയിച്ചിരിക്കാൻ. രക്ഷയുടെ സന്തോഷം, രക്ഷാവസ്ത്രം. ഞാൻ ആരാണെന്നറിയാമോ? കറുത്ത് ആറും കണ്ട കൊള്ളില്ലാത്തവനോ, ഒരു വേദവാക്യം മനപ്പാഠം പഠിച്ച് പറയാൻ കൊള്ളില്ലാത്തവനൊക്കെ ആയിരിക്കും. എൻ്റെ ചങ്കിനകത്ത് സർവശക്തനായൊരു ദൈവം തേജസ്സോടെ വാഴുന്നുണ്ട്. ഞാനൊരു ശക്തി കേന്ദ്രമാണ്. അതാണ് എൻ്റെ വിനയം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ. വലത്തുഭാഗത്തെ കള്ളൻ രക്ഷ കിട്ടാൻ കാരണം എന്തറിയാമോ? ഇടത്തുഭാഗത്തെ കള്ളന് കിട്ടിയില്ല. വലത്തുഭാഗത്തെ കള്ളൻ പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റിന് തക്കതായ ശിക്ഷ അനുഭവിക്കുന്നു. എന്നെ ക്രൂശിൽ തൂക്കി നിർത്താക്ഷന് കൊല്ലേണ്ടവനാണ്. അവിടെയാണ് രക്ഷ കിട്ടിയത്. ന്യായീകരണത്തിൻ്റെ അംശം പോലും വരരുത്. 17-ാമത്തെ കാര്യം എന്താണ്? 15-ാമത്തെ വാക്യം വായിച്ച്. 15-ാമത്തെ വാക്യം. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ എൻ്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹല്ലേലൂയ. പിന്നെ ഒരു കൊതിയുണ്ട്. എല്ലാവരും ഒന്ന് കേട്ടെ. ദൈവത്തിന് പിന്നെ ഒരു കൊതിയുണ്ട്. ആടുകളുടെ പിന്നാലെ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, മധുരഗീതം പാടിക്കൊണ്ട്, സ്തോത്രഗീതം പാടിക്കൊണ്ട് നടന്നതായ സന്തോഷത്തിന്റെ ദിവസങ്ങൾ ഞാൻ അയവിറക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്ത് മനോഹരമായിരിക്കുന്ന സ്തുതിഗീതം പാടിപ്പോയതാണ്. പൗലോസ്യ പറയുന്ന പോലെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ നന്മയുടെ പാട്ടും പാടിക്കൊണ്ട് നടന്നു. ഇപ്പോൾ നിന്നുപോയി. നമ്മുടെ പിതാക്കന്മാർക്കുമാർ അധികമായിരുന്നു. പാപം വന്നപ്പോൾ വായടഞ്ഞു പോയി, തുന്നി കെട്ടിയതുപോലെയായിപ്പോയി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്കത് ആരാധന തുടങ്ങണം. ഹല്ലേലൂയ. നമുക്കൊന്ന് പാട്ട് പാടാൻ തുടങ്ങണം. നമ്മുടെ വീടുകളിൽ നിന്ന് സ്തുതി ഉയരണം. നിസ്തുതിയും ഹല്ലേലൂയയും കർത്താവേ ഞാൻ നിർത്തരുതേ. നിധി നീതി കയ്യോ ചെയ്യരുതേ. ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം. ഞാൻ പാടിക്കൊണ്ട് നടന്നു, കർത്താവേ, ജീവിതത്തിൽ ഒരു അഭ്യർത്ഥനയുണ്ട്, നിന്നു പോകാനായിട്ട് ഇടവരരുത്. നിങ്ങളെല്ലാവരും ഒന്നിച്ചെന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളിപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ഓരോരുത്തരും തമ്മിലൊന്ന് പ്രാർത്ഥിച്ച് എന്താണ്? നിന്നു പോയ ആരാധന ഇന്ന് തിരികെ തരണമേ. ഹല്ലേലൂയ. രക്ഷയുടെ സന്തോഷത്തിൽ മതിമറന്ന് നിൻ സ്തുതിയും ഹല്ലേലൂയ നിർത്താതെ ചെല്ലാൻ, നാവിൽ സ്തുതി നൃത്തം ചെയ്യാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുറ്റമടിക്കുമ്പോൾ സ്തുതി, പാത്രം കഴുകുമ്പോൾ സ്തുതി, കിടക്കാത്ത സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. ആദ്യത്തെ കാലത്ത് കണ്ണുനീരും സ്തുതിയും ഉണ്ടായിരുന്നു. ദൈവമക്കളെ, ആ നല്ല കാലത്തിലേക്ക് ദൈവം മടക്കി കൊണ്ടുവരികയാണ്. കൂട്ടായ്മ തളരുകയല്ല, കൂട്ടായ്മ തളിർക്കുകയാണ്. ഇത് സ്വർഗത്തിലെ സന്ദേശമാണ് നിങ്ങൾ കേട്ടുവത്. കൂട്ടായ്മ തളരുകയല്ല, കൂട്ടായ്മ തളിർക്കുകയാണ്. വരാൻ പോകുന്ന അറിയാമോ? അതിൻ്റെ മധുരഫലം നിങ്ങൾ രുചിക്കാൻ പോവുകയാണ്. ആരെല്ലാം അകന്നു മാറിയോ തിരികെ വന്നാൽ അനുഗ്രഹം, മാറി നിന്നാൽ നഷ്ടം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഇന്ന് സ്തുതി തിരിച്ചു തരുന്ന ആരാധനയുടെ ദിവസമായി മാറണം. ദൈവത്തിൻ്റെ മഹത്വം. എൻ്റെ അധരങ്ങളെ തുറക്കണമേ, സ്തുതി തിരിച്ചു തരണമേ. ദൈവമക്കളെ, ഒന്നുകൂടെ വായിച്ച വാക്യം. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. ആരാണ് തുറക്കേണ്ടത്? കർത്താവ് തുറക്കണം. എന്താണ് തുറക്കേണ്ടത്? അധരങ്ങൾ. എന്തിനാണ് തുറക്കേണ്ടത്? സ്തുതി പാടാൻ. 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിൻ്റെ സ്തോത്രം. ആരാണ് തുറക്കുന്നത്? കർത്താവ്. എന്താണ് തുറക്കുന്നത്? അധരങ്ങൾ. എന്തിനാണ് തുറക്കുന്നത്? ദൈവത്തിന് സ്തുതി പറയാൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിച്ച്, 16-ാമത്തെ വാക്യം. 18-ാമത്തെ പോയിന്റ് എന്താണ് വായിച്ചത്? ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? അതുവരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, പഴയ നിയമത്തിൽ എന്തെങ്കിലും പാപം വന്നു കഴിഞ്ഞാൽ ഉടനെ ആടിനെയോ കാളയോ എന്തെങ്കിലും കൊണ്ടുവന്ന് യാഗം അർപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ലോകത്തിലെ എല്ലാ ആടിനെയും കൊണ്ട് വന്നു കഴിഞ്ഞാലും എൻ്റെ പാപം പോവുകയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ലോകത്തിലെ 100 ആടിൻ്റെ 1000 ആടിൻ്റെയോ രക്തത്തിന് എൻ്റെ പാപക്കറ എഴുതാൻ പറ്റില്ല. ഒരു പുണ്യവാളൻ്റെ രക്തത്തിന് എൻ്റെ പാപക്കറ എഴുതാൻ പറ്റില്ല. പാപക്കറ കഴുകുവാൻ പ്രത്യേകിച്ച് ഓർത്തോളണം, ഒന്നിന് മാത്രമേ സാധ്യതയുള്ളൂ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം. അടുത്തത് എന്താണ്? സകല പാപവും. അതിന്ന് നടക്കണം കേട്ടോ. ഇവിടെ ഇന്നൊരു സ്വർഗം കണ്ട ദിവസമായി മാറണം. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം, അത് ദൈവം നമുക്ക് വേണ്ടിയിട്ട് കാൽവറിയിൽ തുറന്നു തന്നു. അതൊരിക്കലും പറ്റാത്തൊരു നീരുറവയാണ്, ഒരിക്കലും പറ്റാത്ത നീരുറവ. ദൈവത്തിൻ്റെ സ്തോത്രം. അത് നമ്മുടെ പക്ഷത്തിന് എന്താ വേണ്ടേ? പറഞ്ഞ്, തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയം. ഞാൻ പറയുന്ന ഓരോ വാക്ക് നിങ്ങൾ കേട്ടുകൊള്ളണം. ദാവീദ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഏതെങ്കിലും ഒരു കാളയോ ആട്ടുകൊറ്റനോ ആടോ വെട്ടി നുറുക്കി അതിൻ്റെ കഷ്ണമായിട്ടല്ല ഞാൻ വരുന്നത്. തകർന്ന് നുറുങ്ങി പൊടിയാതായ എൻ്റെ ഹൃദയത്തിൻ്റെ പൊട്ടിത്തകർന്ന കഷ്ണങ്ങളുമായിട്ട് ഞാനൊരു വരികയാണ്. അതാണ് എനിക്ക് തരാനുള്ള യാഗം. നിങ്ങൾക്കെല്ലാം പിടിയിട്ടുണ്ടോ എനിക്കറിയാൻ പാടില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. എല്ലാ കഷ്ണങ്ങളുമായിട്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. സ്വീകാര്യമായിരിക്കുന്ന എന്താണ്? തകർന്ന മനസ്സ്, നുറുങ്ങിയതായ ഹൃദയവും. എല്ലാ തകർന്നതായ കഷ്ണങ്ങളുമായിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇപ്പോൾ ഈ ഗ്ലാസ് ഇത് കഴിയുമ്പോൾ നിങ്ങൾ എടുത്തുകൊണ്ട് പോകും. ഇതിവിടെ തറയിൽ വീണ് പൊട്ടി കഷ്ണമായെങ്കിൽ അടിച്ചു വാരി പള്ളക്കളയും. ഈ ലോകത്തിൽ പൊട്ടി തകർന്ന് ഒന്നിനും വിലയില്ല. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയും സ്വീകാര്യവുമുള്ളത് തകർന്നുടഞ്ഞ് തരിപ്പണമായ പാപിയാണ് കർത്താവേ, കൊടും പാപിയാണ് കർത്താവേ, അശുദ്ധനാണ് കർത്താവേ. ഹല്ലേലൂയ. 2 കൈ നീട്ടി എൻ്റെ കർത്താവ് സ്വീകരിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ക്രൂശിൻ്റെ ചോട്ടിലല്ലേ മക്കളെ കഴിക്കുന്നത്? ഇന്ന് ദൈവത്തിന് സ്തോത്രം. തകർന്ന ഹൃദയത്തോടെങ്കിൽ ചെന്നേ പാവബോധം കിട്ടി തുടങ്ങിയില്ലേ? നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം വൃത്തികെട്ട ഭയാനകമായ പാപങ്ങൾ ചെയ്തു. മോഷ്ടിച്ചത് പലതുമില്ലേ? ദൈവത്തിന് സ്തോത്രം. ദൈവമേ, ഭ്രൂണഹത്യ നടത്തിയതില്ലേ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശരീരം വേണ്ടാത്തതിന് വിട്ടുകൊടുത്തില്ലേ? ചിന്തയിലും മോഹത്തിലും സ്വപ്നത്തിലും നോട്ടത്തിലും എല്ലാം തെറ്റുകളുടെ കൂമ്പാരവുമായിട്ടല്ലേ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, എല്ലാം ക്രൂശിൻ ചോട്ടിലേക്ക് നിങ്ങൾ വന്നിട്ട്, ദൈവമക്കളെ, റിച്ചാർഡ് ബേക്കർ എന്ന് പറയുന്ന ആ വ്യക്തി എഴുതി, സ്നേഹമുള്ള ഹൃദയത്തെ ദൈവം സ്നേഹിക്കുന്നു, എങ്കിലും തകർന്ന ഹൃദയത്തെ ദൈവം സ്വീകരിക്കുന്നു. സ്നേഹമുള്ള ഹൃദയത്തെ ദൈവം സ്നേഹിക്കുന്നു, പക്ഷേ തകർന്ന ഹൃദയത്തെ ദൈവം സ്വീകരിക്കുന്നു. ഞാൻ നിങ്ങളോടൊരു വ്യക്തമായ ബോധ്യത്തോടെ പറയട്ടെ, അരുമനാഥൻ്റെ രക്തം നനഞ്ഞതായ ആണിപ്പെടുത്തുള്ള കരം താണിറങ്ങി വന്നിട്ടുണ്ട്.
നിങ്ങളുടെ നേട്ടങ്ങളും നിങ്ങളുടേതായിരിക്കുന്നതായ ഒത്തിരി സമ്പാദ്യങ്ങളും ഒന്നുമല്ല. തകർന്നു ഉടഞ്ഞതായ ജീവിതവുമായി നിങ്ങൾക്കങ്ങ് ചെല്ലാമോ? ആ കരം എൻ്റെ കർത്താവ് ഹല്ലേലൂയ താണ് നമ്മുടെ മുമ്പിലേക്ക് തന്നിരിക്കുകയാണ്. അതങ്ങ് കൊടുക്കാമോ? ഒരു യോഗ്യതയുമില്ല കർത്താവ്. മുഴുവൻ മുടി മുതൽ അടിവരെ ഈ മുഴുവൻ ചീത്തയാണ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അവസാനം എന്താണ് വായിച്ച്? 18-ാമത്തെ വാക്യം വായിച്ച്. 18-ാമത്തെ വാക്യം. നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഓരോരുത്തരും ഓരോ സ്ഥലത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഞാനൊരു വ്യക്തി പാപം ചെയ്തതിന്റെ ഫലമായി എൻ്റെ ദേശം തകർന്നു കിടക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിച്ച് അവൻ്റെ മുഖം അന്വേഷിച്ച് ദേശത്തിന് നന്മ വരും കേട്ടോ. ഹല്ലേലൂയ. സഹോദരി സഹോദരന്മാര്, നിങ്ങളോടൊരു സത്യം യേശുവിൻ്റെ നാമത്തിൽ തുറന്നു പറയട്ടെ. നിങ്ങളുടെ ആ ദേശത്തെ കാവൽക്കാരാക്കി നിർത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വന്ന തകർച്ച ആ ദേശത്തിന് വലിയ ശാപവും കോട്ടവുമായി തീർന്നിട്ടുണ്ട്. ഇന്ന് യഥാസ്ഥാനപ്പെടുന്ന ദിവസമായി മാറണം. ഹല്ലേലൂയ. മാത്രമല്ല ദൈവമക്കളെ, 19-ാമത്തെ വാക്യം വായിച്ച്. 19-ാമത് യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. ഹല്ലേലൂയ. പാപം വന്നപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. രക്തത്തിൻ്റെ ഒരു കോട്ട നമുക്കുണ്ടായിരുന്നു, ഒരു സംരക്ഷണ മതിലുണ്ടായിരുന്നു. എന്നാൽ പാപം എന്ന് പറയുന്ന ചിറ്റിക എൻ്റെ ആളത്തെ തകർക്കുക മാത്രമല്ല, എനിക്ക് ദൈവം തന്ന സംരക്ഷണം അതിൽ ഇടിച്ച് തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഇടിച്ച് തകർന്ന് പൊളിഞ്ഞു പോയതായ ആ മതിലിൽ കൂടി അനേക ചെകുത്താന്മാരും പാപങ്ങളും അകത്തേക്ക് പ്രവേശിച്ചു. ഇന്ന് നിങ്ങൾ ദൈവമക്കളെ ശ്രദ്ധയോടെ ഇരുന്നേ. ഹല്ലേലൂയ. അതുകൊണ്ട് അതിൽ കൂടിയെല്ലാം ദൈവമക്കളെ അനേക ദുരാത്മാക്കൾ എൻ്റെ ഈ ആലയത്തിനകത്തേക്ക് കടന്നുകൂടി കള്ളന്മാരുടെ ഉഹിയായി മാറി. ഇന്നിവിടെ യേശു വന്നിട്ടുണ്ട്. എൻ്റെ ആളത്വത്തിൽ കടന്നുകൂടിയതായിരിക്കുന്ന പാപത്തിന്റെ ഭയാനകതയെയും ചെകുത്താനെയും വേശ്യാവൃത്തിയും ദുരാത്മാവിനെയും, ഹല്ലേലൂയ, ഹല്ലേലൂയ, മോഷണത്തിന്റെ ആത്മാവിനെയും വേശ്യാവൃത്തിയുടെ ആത്മാവിനെയും എല്ലാം കണ്ടുകൊണ്ട് കർത്താവ് വേദനയോടെ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് പറഞ്ഞ് കർത്താവിനോട്, കർത്താവേ, വൃത്തികെട്ടതായ കള്ളന്മാരുടെ പാപത്തിന്റെ കലവറയായി പോയി എൻ്റെ ഹൃദയം. ഹല്ലേലൂയ. അതുകൊണ്ട് യാഗം നിന്നുപോയി. ഹല്ലേലൂയ. ഹനനയാഗം നിശ്ചയിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. നന്ദിയോടെ സ്തോത്രം. ഹനനയാഗവും സർവാംഗഹോമങ്ങളിലും പ്രസാദമുള്ളത് എന്താണെന്നറിയാമോ? ഓ കർത്താവേ, ഇനി ഞാൻ പാപത്തിലേക്കില്ല. ഞാൻ ഈ തകർന്ന ഹൃദയമായി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് എനിക്കൊരു കാര്യം സാധിപ്പിച്ചു തരണം. മുടങ്ങിയതായ ആരാധന തിരികെ തരണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷയുടെ സന്തോഷം മടക്കി തരുന്ന ദിവസമാണ്. പരമനാഥന്റെ കരങ്ങളിലേക്ക് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാമോ? തകർന്ന ഹൃദയത്തെ, തകർന്നു പോയ ആളത്വത്തെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാമോ? കറപറ്റിയതായി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇത് സമർപ്പണത്തിന്റെ സമയമാണ്. ഇത് സമർപ്പണം ഏറ്റുവാങ്ങാൻ കണ്ട സമയമാണ്. ഇത് സമർപ്പണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഒരുക്കിയതായ ദിവസമാണ്. അതിനുള്ള മക്കളാണ് വന്നിരിക്കുന്നത്. പരമനാഥന്റെ രക്തം വാർന്നൊലിക്കുന്ന ക്രൂശിൻ ചോട്ടിലേക്ക് പാപം വന്നുപോയി എന്ന് ബോധ്യമുള്ള ഏത് കൊടുമ്പാപിക്കും, ഏത് വേശ്യാവൃത്തിക്കാരനും, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്തവനും ഇപ്പോൾ മോചനം ഉയർന്ന ക്രൂശിൻ ചോട്ടിലേക്ക് നിങ്ങളെ ഒരു യാഗമായി അർപ്പിക്കാം. ഹല്ലേലൂയ. സകല കഷ്ണങ്ങളുമായിട്ടങ്ങ് ചെന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാം ഏൽപ്പിച്ചോ. ഞാൻ കൊടുക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തപ്പെട്ടവരോട് ഇല്ലാത്തവരും, നിങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും കുടുംബമായും, നിങ്ങളുടെ പാപങ്ങൾ മുഴുവനായും, നിങ്ങളുടെ തകർന്നു പോയതായ കുടുംബത്തെയും എല്ലാം രോഗബാധ്യമായ ശരീരത്തെയും, ഹല്ലേലൂയ, സാത്താൻ കയറി കൂടിയതായ ഈ മന്ദിരത്തെയും അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. ഹൃദയം തുറന്ന് കർത്താവ് ചാട്ടവാറുമായി അകത്തേക്ക് വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു യഥാസ്ഥാനപ്പെടുത്തട്ടെ. കള്ളന്മാരുടെ ഗുഹ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇത് ദൈവാലയമായി മാറട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ഹൃദയം തുറന്നവരാരെല്ലാമുണ്ട്. യേശുവിന് വേണ്ടി ഹൃദയം തുറന്നവരാരെല്ലാമുണ്ട്. ആരാധന മടക്കിത്തരുന്ന ദിവസമാണ്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ഹൃദയം തുറന്നു. യേശു അകത്തേക്ക് വന്നു. ഞാൻ യേശുവിനെ സ്വീകരിച്ചു. രക്ഷയുടെ സന്തോഷവും ആത്മാവിന്റെ ആരാധനയും എനിക്ക് തിരികെ തന്നു എന്ന് വ്യക്തമായ ബോധ്യമുള്ള ദൈവമക്കൾ, ഇന്നും എന്നേക്കും ആരാധന തുടരുമെന്നത് ബോധ്യമുള്ള ദൈവമക്കൾ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. സമർപ്പിച്ചോ ദൈവമക്കളെ. ഹല്ലേലൂയ. എല്ലാം കൊടുത്തോ. ഹല്ലേലൂയ. കർത്താവിന്റെ രക്തം തളിക്കുകയാണ്. കർത്താവ് വീണ്ടെടുക്കുകയാണ്. ദുരാത്മാക്കൾ ഇറങ്ങി പോവുകയാണ്. രക്തക്കോട്ടയും അടികളെയും കുടുംബത്തെയും കാക്കണമേ. ഹല്ലേലൂയ. സ്വർഗം മഹത്വം എടുക്കുകയാണ്. ഹല്ലേലൂയ. സ്വർഗം കണ്ട ദിവസമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
സ്വർഗത്തിലെ തീ ഭൂമിയിൽ കത്തുകയാണ്. സകല ബന്ധനക്കെട്ടുകളും പൊട്ടട്ടെ, ശാപം മുറിയട്ടെ, ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ.